മാമാ മൊത്തം കളക്ഷൻ 26,000 രൂപ. അതിൽ 6,000 ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ 20,000. അതങ്ങനെ ഇപ്പോ 5 രൂപ 5 പൈസ റൗണ്ട് ഫിഗർ ആക്കി എത്ര? 5 രൂപ. അത് തന്നെ ചെയ്ത് ആ 6,000 മാറ്റിയ ബാക്കി 20 ഉള്ളൂ. അങ്ങനെ പറ, വേല എന്റെ അടുത്ത് ഇറക്കാൻ നോക്കണ്ട. പകല് കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ. 10 മാമന് 10 എനിക്ക്. ആ 10 ഇങ്ങട്. കട്ടതായാലും വെട്ടിയതായാലും പപ്പാതിന്ന പ്രമാണം. 50-50. ഇപ്പൊ സന്തോഷമായല്ലോ. കൂടെ നിന്ന് കക്കുന്നവരെ വെട്ടുന്നോടാ. ഇതിന് നീ അനുഭവിക്കും. ഇതിന്റെ കൂടെ ഇതും കൂടെ എടുത്ത് വെച്ചോ. താങ്ക് യു. അങ്ങനെ നീ തിന്നണ്ട. ഇതും കൊണ്ട് നീ നന്നാവാൻ പോകുന്നുണ്ടാ. പിന്നെ കള്ളം നന്നായി പോലീസ് ആവാൻ പോലെ. 1000, ഒരു 500, 10 രൂപ. ഓയ്, ആരെ കൊള്ളയടിച്ചതാടാ ഇത്? എപ്പോഴാടാ നീ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ശബ്ദം ഉണ്ടാക്കിയതാ. ഇതൊരു ഹാർട്ട് പേഷ്യന്റാ. ഇവിടെ ശബ്ദം ഉണ്ടാക്കിയാരാ? ഇല്ലെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കും. ചേട്ടാ, എനിക്ക് ചേട്ടാ ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഇല്ലെങ്കിൽ എന്റെ ചേട്ടന് എന്തെങ്കിലും സംഭവിക്കും. ബാബു ഹിയർ. മൂവ് ഇറ്റ്, മൂവ് ഇറ്റ്, മൂവ് ഇറ്റ്, മൂവ് ഇറ്റ്. ഈ കുരുത്തം കെട്ട പിള്ളേർ എവിടെ ചെന്നാലും എനിക്ക് പാറയാണല്ലോ. നിന്നെയൊക്കെ ഈ ഗ്ലാമറിൽ അവൾ എന്നെ കണ്ട. ആ വരൂ വരൂ, എല്ലാരും വരൂ, ആഹാരം കഴിക്കാം. വാ. പോയി 3-4 ലോറി അറേഞ്ച് ചെയ്തോണ്ട് വരാം. സാധനങ്ങളെല്ലാം പോരട്ടെ. നമ്മളവിടെ പോണതേ എന്റെ ലവ് മാറ്റർ സെറ്റിൽ ചെയ്യാനാ. നിനക്ക് ലവ് എന്താ എനിക്ക് പറ്റില്ലേ? എന്റെ ബന്ധു വീട്ടിലെങ്ങാനും കേറി അവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ നോക്കി. അയ്യോ, സത്യ എന്ത് പറ്റിടാ? നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴാ ഈ ശകുനം പിടിച്ച പിള്ളേര്. ശനി, പരമശനി. സെറ്റപ്പ് കൊള്ളാലോ. കഥ ഒക്കെ തുറന്നു കിടക്കുന്നു. ചുമാരി, ഈ കല്യാണം കഴിയുന്നവരെ നിൽക്കാനുള്ള ഒരു മാർഗം പറ. അങ്ങോട്ട് നോക്ക്, ആ സാരി കൊടുത്ത് അമ്മച്ചില്ലേ, അതാണ് നമ്മുടെ മാർഗം. ഹലോ അങ്കിൾ. ഹായ് ഗേൾസ്. ആരാ ഇവര്? മോളുടെ ഫ്രണ്ട്സാ. ആരായാലും എന്താ അഹങ്കാരികള്. മൂത്തവരെ ബഹുമാനിക്കണം അറിയില്ല അവർക്ക്. കാലത്തെ പിള്ളേരല്ലേ, കാര്യമാക്കണ്ട. ആന്റി, എന്റെ ആന്റി, എന്നെ അനുഗ്രഹിക്കണമേ. എഴുന്നേൽക്ക് മോനെ, എഴുന്നേൽക്ക്. ഇപ്പൊ കണ്ടില്ലേ മര്യാദ എന്തെന്ന്? ഇത് കൈക്കെത്തിയത് വായിക്കെത്തിയില്ല. അയ്യോ, എന്താ ഇത്? ആരെ കണ്ടാലും മാമൻ 2 തവണ നമസ്കരിക്കും. ആന്റി, നിങ്ങളൊക്കെ ആരാ? ആന്റി എന്റെ ആളാ. മര്യാദ കണ്ടിട്ട് മനസ്സിലായില്ല? ജാവു ബേട്ടാ, തും അന്തർ ജാവു. ആന്റി, എന്നാ പിന്നെ എന്നെ കൂടെ അങ്ങോട്ട്. ഇവരൊക്കെ വേണ്ടപ്പെട്ടവരാ. ആ ഞാൻ മേലെ പൂക്കൾ എടുക്കാൻ പോകുന്നു. മോനെ സത്യ, വിചാരിക്കും പോലെ കാര്യങ്ങൾ വർക്കൗട്ട് ആകുമ്പോ എന്തിനാണ് ലെഫ്റ്റ്? വലത് കാലം വെച്ച് കയറ്. റൈറ്റ്, റൈറ്റ്. ഹലോ, എന്താ? ഇന്നലത്തെ തുമാര ഗാന ചാല ചാല അച്ഛ. എനിക്ക് മലയാളം അറിയാം. മലയാളം അറിയാം? അപ്പൊ പിന്നെ തുടങ്ങിക്കോ. എന്റെ പേര് സത്യബാബു, വീട് അത്തോണി. എന്റെ പേര് നീരജ ഗോസ്വാമി. ആ നീരു, എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇവിടെ വെച്ച് പറ്റില്ല. അത് നമ്മുടെ രണ്ടുപേരും മാത്രമുള്ള അടുത്ത്. അതിനു വേണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. നമ്മൾ മാത്രം ഇവിടെ. പറഞ്ഞു. പറഞ്ഞോട്ടെ. ഐ ലവ് യു. ഐ ലവ് യു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സത്യം പറയാന്ന് വെച്ചാ നാക്ക് നമുക്ക് തന്നെ ഒരു പണി എന്നാൽ എന്താ ചെയ്യാ? സത്താണിയിലെ അത്തിബാബു ധീരജ നീസ്വാമി ആയിട്ട്
Jin tak tak citak citak jum jum maya. Jin tak tak citak citak jum jum maya. ഇത് മാറ്റർ അല്ല അത് പിന്നെ ചേച്ചി അർജുന്റെ ചേച്ചി ഒന്ന് കൂടെ വാ. എന്തർജന്റ് നീരു 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 കൈവിട്ട് പോയടാ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാര്യങ്ങൾ ഒരു കരക്കെടുത്തപ്പോ പാരയായിട്ട് വരുന്നത് ഈ പിള്ളേരാണ് എന്റെ അപ്പാ. നിനക്കിവിടെ എന്താ കാര്യം? നീ അപ്പുറത്തോട്ടിയല്ലേ? ആഹാ, നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ശരി, ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞാ എന്റെ കാര്യം എങ്ങനെ നടക്കും? കള്ള കൂട്ടങ്ങള്. തൊണ്ണൂറ്റെട്ട് 99 100. പോലീസ് വരുന്നുണ്ട്, കള്ളന്മാർ വിളിച്ചോ. മാമ 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 നമ്മുടെ കാര്യം പോക്ക മാമ. പോലീസ് അതെ മാമ. പൊളിഞ്ഞു മാമ. കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചേ കള്ളനെ കണ്ടുപിടിച്ചേ. കണ്ണാ വിസിലടിച്ചത് നീയാണടാ മോനെ. ഇയ്യ. വാ നിനക്ക് ചോക്ലേറ്റ് തരാം. വാ വാ ഇങ്ങ് കേറി വാടാ. ഇങ്ങോട്ട് വാടാ. നിനക്ക് നീ കുറെ നാളായി ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്നു. നിനക്ക് വല്ല ശാപവും കിട്ടിയിട്ടുണ്ടോ? ഇവന്മാരാ കുട്ടികള്. എന്താടി ജിന്താത്ത ജിന്താത്തെന്ന് പാടുന്നേ? എന്താ കാര്യം? ഓടി അവിടുന്ന്. ഭംഗിയായിട്ട് നോക്കി പോയതാ, ഇനി നോക്കേയില്ല. ഓ ഇവിടെ സത്യോ എത്ര പീസടാ നിന്റെ ഒരു കാര്യം. ഐ, ഐ, ഐ. ഉമ്മ. ശബ, ശബ. ഓ, നീരു, you are so cute. മോനെ സത്യബാബു, ഓ, ആൻറ്റി. പിള്ളേരുടെ നാപ്കിൻ തീർന്നു പോയിടാ. ആഹാ. ഒന്ന് പോയി വാങ്ങിച്ചോണ്ട് വാ മോനെ. ഓ, ശരി ആൻറ്റി. ജാവോ ബേട്ടാ, ജാവോ. ജാ ജാ ജാ. ഓ ഈശ്വരാ. ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? കിട്ടുന്ന കൊണ്ട് സ്ഥലം വിടാതെ അവിടെ കിടന്നു. എന്തേലും മുഖത്ത് നോക്കി പറ. ആ പെണ്ണിന്റെ പുറകെ നടന്ന് നീ എന്തെങ്കിലും ഒപ്പിക്കും. നമ്മുടെ പണിക്കിടെ ഒരു പ്രേമോ? അത് എന്റെ കാര്യം, എന്റെ ഇഷ്ടം. അതിന്റെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടം. ഞാൻ പോ, അതാ നല്ലത്. താങ്ക് യു. ആളും ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. കള്ളം കള്ളം തന്നെ മാത്രം വിളിക്കണ്ട. നിന്റെ പിന്നെ നിൽക്കുന്ന നിഷ്കളങ്ങനെ. പൊന്നു മാമ, എന്റെ കാലം ഭാര്യ. ഞാനല്ല. പുതിയ പെട്ടി മേടിച്ചോണ്ട് ഇറങ്ങിയിരിക്കുക രാവിലെ എന്നെ കള്ളനാക്കാൻ. മാമ, താൻ എന്ത് പണിയായി കാണിച്ചേ? നീ വെച്ചോ. പെട്ടി കള്ളൻ, കള്ളൻ, പെട്ടി മേടിച്ചോ. കള്ളൻ പോലെ, കള്ളൻ, കള്ളൻ. ഓടി വരട്ടെ, ഓടി വരട്ടെ, പിടിച്ചോണേ. എല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെയാണ് സാർ. പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ ഫീസ് ആ പെട്ടിയില് അതിലൊന്നുമില്ല. ഇല്ലേ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. മതി, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദാ ഇവിടെ വെച്ച് തീർന്നു. ഞാൻ കുറച്ചേരം കൂടി നിന്നനെ. പക്ഷേ അവിടെ മൈ ലേഡീസ് വെയിറ്റിംഗ്. അങ്ങനെ നോക്കല്ലേ സഹോദര.